നിങ്ങൾക്കേവർക്കും കൗൺസിലിംഗ് ടോക്കിലേക്ക് സ്വാഗതം. പൂന്തോട്ടവും മനഃശാസ്ത്രവും തമ്മിലുള്ള ബന്ധം എന്താണ് എന്ന വിഷയത്തെക്കുറിച്ചാണ് ചില കാര്യങ്ങൾ നിങ്ങളോട് പറയാൻ പോകുക. പൂന്തോട്ടവും മനഃശാസ്ത്രവും എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന് ഇന്നത്തെ വീഡിയോ നമുക്ക് കേൾക്കാം. നിങ്ങൾ ഇതുവരെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ താഴെ കാണുന്ന ചുവന്ന ബട്ടൺ ക്ലിക്ക് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ പ്രിയമുള്ളവർക്ക് വീഡിയോ ഷെയർ ചെയ്യുക. ഈ വീഡിയോ അവസാനം വരെ കാണുക. പൂന്തോട്ടങ്ങൾ എത്ര പ്രാധാന്യമുള്ളവയാണ് നമ്മുടെ ജീവിതത്തിൽ. മനസ്സിന് സന്തോഷവും സംതൃപ്തി നൽകുന്നതാണ് പൂന്തോട്ടങ്ങളെന്ന് നമുക്കറിയാം. പക്ഷേ അതിന് മനഃശാസ്ത്രപരമായ വലിയൊരു വശമുണ്ട്. പലപ്പോഴും നമുക്കത് അറിയാറില്ല. ഈ ഒരു കൊച്ചു പൂന്തോട്ടം ഈ കൊറോണ കാലത്ത് എൻ്റെ കുഞ്ഞുങ്ങൾ ഞാനും ചേർന്ന് തയ്യാറാക്കിയതാണ്. വേസ്റ്റ് സാധനങ്ങൾ കൊണ്ട് തയ്യാറാക്കിയൊരു പൂന്തോട്ടം. അപ്പോൾ ഇതുപോലത്തെ പൂന്തോട്ടം നിങ്ങളുടെ ഇടങ്ങളിൽ നിങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്നതിനേക്കാൾ വലിയ പൂന്തോട്ടങ്ങൾ നിങ്ങൾക്കുണ്ടായിരിക്കും. പൂന്തോട്ടം പരിചരിക്കുന്നതിൽ നിങ്ങൾ വളരെ എക്സ്പെർട്ട് ആയിരിക്കും. പക്ഷേ അത് നമുക്ക് തരുന്ന മാനസികമായ വളർച്ച അല്ലെങ്കിൽ മാനസികമായ പ്രാധാന്യം പൂന്തോട്ടത്തിന് നമ്മുടെ ജീവിതത്തിൽ എന്താണ് എന്നതിനെക്കുറിച്ച് ചില കാര്യങ്ങളാണ് പറയാൻ പോകുന്നത്. മനഃശാസ്ത്ര പഠനങ്ങൾ സൂചിപ്പിക്കുന്നത് ഗാർഡനിങ് എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് പോസിറ്റീവായിട്ടുള്ള അനുഭവങ്ങൾ തരുമെന്നാണ്. വ്യത്യസ്ത മനഃശാസ്ത്രപരമായ പ്രശ്നങ്ങൾക്ക് നല്ലൊരു പ്രതിവിധി കൂടിയാണ് ഗാർഡനിങ് എന്ന് പറയാറുണ്ട്. ഉദാഹരണത്തിന് ഡൈമെൻഷ്യയുടെ അവസ്ഥകൾ കുറയ്ക്കുവാനായിട്ട് അല്ലെങ്കിൽ ഓർമ്മയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വളർത്തുവാനായിട്ട് ഗാർഡനിങ് ഒരുപാട് സഹായിക്കും എന്ന് പഠനങ്ങൾ തെളിയിക്കുന്നു. നമ്മുടെ ഏകാന്തത മാറ്റുവാനായിട്ട്, ഏകാന്തത അനുഭവപ്പെടുന്നവർക്ക് അത് മാറ്റുവാനായിട്ട് ഗാർഡനിങ് ഒരുപാട് സഹായകരമായ ഒരു കാര്യമാണ്. അതുപോലെ സഹായകരമായ ഒന്നാണ് സ്ട്രെസ്സ് മാറ്റുവാനായിട്ട്. നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് സ്ട്രെസ് ഉണ്ടെങ്കിൽ ഗാർഡനിങ് ചെയ്യുമ്പോൾ, ഒരു പുതിയ പൂ പൂക്കുന്നത് കാണുമ്പോൾ, വളർച്ച കാണുമ്പോൾ നമുക്കൊരുപാട് മാറ്റങ്ങൾ കാണുവാനായിട്ട് സാധിക്കും. അടുത്തതുപോലെ നമ്മളെ സഹായിക്കുന്ന ഒന്നാണ് നമ്മുടെ മൂഡ് ചേഞ്ചിങ്ങിന്. മൂഡ് ശരിയല്ല എന്ന് തോന്നുമ്പോൾ ഗാർഡനിങ് ഒരുപാട് ആശ്വാസം നമ്മുടെ ജീവിതത്തിൽ തരും. നമ്മളതുമായി ബന്ധപ്പെട്ട് ഒരു കുളമോ അല്ലെങ്കിൽ അതിലെ മീനുകളോ അല്ലെങ്കിൽ പൂക്കളോ ഒക്കെ നമ്മുടെ ജീവിതത്തിൽ അല്ലെങ്കിൽ ഫലങ്ങളോ ഒക്കെ നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവരുമെന്ന് മനഃശാസ്ത്ര പഠനങ്ങൾ സൂചിപ്പിക്കും. ഗാർഡനിങ് നമ്മുടെ ജീവിതത്തിൽ മാനസികമായ ഉല്ലാസം തരുമെന്ന് പറയുമ്പോൾ ഈ എല്ലാ മാനസികപരമായ കാര്യങ്ങളും അതിനകത്ത് ഉൾപ്പെടും. നമ്മൾ പറഞ്ഞു വന്നതുപോലെ സ്ട്രെസ്സും ലോൺലിനെസ്സും ഒക്കെ മാറുവാനായിട്ട് സഹായിക്കും. കൂടാതെ നമ്മൾ എനർജൈസ് ചെയ്യപ്പെട്ടതായിട്ട് ഗാർഡനിങ് നമ്മളെ ഓർമ്മിപ്പിക്കും. നമ്മുടെ ജീവിതത്തിലുള്ള ആങ്സൈറ്റിയും ഡിപ്രഷനും കുറയ്ക്കുവാനായിട്ട് ഗാർഡനിങ് നമ്മളെ ഒരുപാട് സഹായിക്കുന്ന ഒരു ഘടകമാണ്. അതുപോലെ തന്നെ ഉത്തരവാദിത്വ ബോധം വളർത്തുവാനായിട്ട് ഗാർഡനിങ് നമ്മളെ ഒരുപാട് സഹായിക്കും. ഗാർഡനിങ് സഹായിക്കുന്ന മറ്റൊരു കാര്യമാണ് മറ്റ് ജീവജാലങ്ങളുമായിട്ട് ചേർന്ന് പ്രവർത്തിക്കുന്ന ഒരു അനുഭവം. നമുക്കറിയാം, നമ്മുടെ ഗാർഡനിങ് തുടങ്ങിക്കഴിഞ്ഞാൽ അതിനകത്ത് ഒരുപാട് കിളികൾ വരും, പക്ഷികൾ, ചെറുകിളികളും പക്ഷികളും ഒക്കെ വരും, അതുപോലെ ചിത്രശലഭങ്ങളൊക്കെ വരും. അങ്ങനെ ഗാർഡനിങ് ഒരു മറ്റ് ജീവജാലങ്ങളുമായി ബന്ധപ്പെടുന്ന ഒരവസ്ഥയിൽ കൂടെ നമ്മളെ കൊണ്ട് ചെന്നെത്തിക്കും. നമ്മുടെ ഹാപ്പി ഹോർമോണൊക്കെ അത് കൂടുതലായിട്ട് പ്രൊഡ്യൂസ് ചെയ്യുവാൻ ഗാർഡനിങ് നമ്മളെ സഹായിക്കുന്നു എന്ന് പഠനങ്ങൾ സൂചിപ്പിക്കുകയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് നമ്മുടെ ജീവിതത്തിൽ സന്തോഷം വർദ്ധിക്കുവാൻ ഗാർഡനിങ് നമ്മളെ സഹായിക്കുന്നു. വേറൊരു കാര്യമാണ്, നമ്മുടെ ജീവിതത്തിൽ ഇപ്പോഴുള്ള അവസ്ഥയിൽ ജീവിക്കുവാൻ അല്ലെങ്കിൽ പ്രസന്റ് മൊമെൻറ്റിൽ ജീവിക്കുവാൻ ഗാർഡനിങ് നമ്മളെ സഹായിക്കുന്നു എന്നുള്ളത്. നമുക്കുള്ള കോപം, അതുപോലെ അഗ്രഷൻ, അതെല്ലാം വെന്റിലേറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ പുറത്തേക്ക് ഒഴുക്കിക്കളയുന്ന മുഖാന്തരങ്ങളാണ് ഗാർഡനുകൾ. ഓരോ ഗാർഡനിങ് നമ്മൾ ചെയ്യുമ്പോൾ നമ്മുടെ ഉള്ളിലുള്ള കോപവും അതുപോലെ തന്നെ അഗ്രഷനുമെല്ലാം പുറത്തേക്ക് ഒഴുക്കപ്പെടുകയാണ്. അത് നൽകുന്ന മറ്റൊരു സന്തോഷകരമായ കാര്യമെന്ന് പറയുന്നത് പ്രത്യാശയാണ്. ഇനി നാളെയും കാണാം. സാധാരണ ഉറങ്ങാൻ പോകുന്ന കുട്ടികളെ നോക്കിയാൽ കാണാം, ഗാർഡനിങ് ചെയ്യുന്നവരാണ് രാവിലെ എഴുന്നിട്ട് ആദ്യം അവർ ചെയ്യുന്നത് പൂ പൂത്തോ എന്ന് നോക്കും. കുട്ടികൾ മാത്രമല്ല, മുതിർന്നവരും അങ്ങനെ തന്നെ. ഓരോ ദിവസവും പ്രത്യാശയോടുകൂടി എഴുന്നേൽക്കുവാനും പ്രത്യാശയുടെ അനുഭവം നൽകുവാനും ഗാർഡനിങ് ഒരുപാട് നമ്മളെ സഹായിക്കും. കുളത്തിൽ മീൻ കുഞ്ഞുങ്ങൾ നിറഞ്ഞോ, പുതിയ കുഞ്ഞുങ്ങൾ വന്നോ എന്നൊക്കെ നോക്കും. അപ്പോൾ ഓരോ ഗാർഡനും നമ്മുടെ ജീവിതത്തിൽ മാറ്റത്തിൻ്റെ അനുഭവം കൊണ്ടുവരികയാണ്. തീർന്നില്ല, സാമൂഹ്യ ജീവിതം വളർത്തുവാൻ ഞാൻ നേരത്തെ പറഞ്ഞു, ഈ ഗാർഡൻ ഞാൻ ഉണ്ടാക്കിയത് ഞാനും കുഞ്ഞുങ്ങളും ചേർന്നാണ്. കുടുംബാംഗങ്ങളെല്ലാവരും ഇതിൽ പങ്കാളികളായിട്ടുണ്ട്. അപ്പോൾ കുടുംബ ബന്ധങ്ങളും അതുപോലെ തന്നെ സാമൂഹ്യ ബന്ധങ്ങളും വളർത്തുവാനായിട്ട് ഗാർഡനെ നമ്മളെ ഒരുപാട് സഹായിക്കും. വേറൊരു കാര്യമാണ് നമ്മുടെ ജീവിതത്തിൽ സർവൈവൽ. എങ്ങനെയാണ് സർവൈവ് ചെയ്യേണ്ടത്, നിലനിൽക്കേണ്ടത്, സസ്റ്റെയിൻ ചെയ്യേണ്ടത് എന്ന് പഠിപ്പിക്കുന്ന നല്ലൊരു രീതിയാണ്, അല്ലെങ്കിൽ മാനസിക ഉല്ലാസമാണ്, അല്ലെങ്കിൽ ആക്ഷൻ പ്ലാനിൽ പെടുന്ന നല്ലൊരു കാര്യമാണ് ഗാർഡനിങ്. അതുകൊണ്ട് തന്നെ നിറയെ കൗൺസിലിംഗ് കാര്യങ്ങളിലും അതുപോലെ തന്നെ സൈക്കോളജിക്കലായിട്ടുള്ള കാര്യങ്ങളിലും വരുന്ന ആൾക്കാർക്ക് അവരോട് ഗാർഡനിങ് ചെയ്യാൻ, അവർക്കൊരു ആക്ടിവിറ്റി ആയിട്ട് ഗാർഡനിങ്, അസൈൻമെൻ്റ് ആയിട്ട് ഗാർഡനിങ് ചെയ്യാൻ പറയാറുണ്ട്. അവരുടെ ജീവിതത്തിൽ ഒരുപാട് മാറ്റമുണ്ടായി എന്ന് പഠനങ്ങൾ സാക്ഷ്യപ്പെടുത്തുകയും ചെയ്യുന്നു. ചുരുക്കത്തിൽ പറഞ്ഞാൽ ഗാർഡനിങ് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു മാറ്റമുണ്ടാക്കും. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ താഴെ കാണുന്ന ചുവന്ന ബട്ടൺ ക്ലിക്ക് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ വീട്ടിലും ഗാർഡൻ ഇല്ല എങ്കിൽ ചെറിയൊരു ഗാർഡനെങ്കിലും ഉണ്ടാക്കുക. ഉള്ള ഗാർഡനെ പരിഗണിക്കുക, പരിപാലിക്കുക. അതോടൊപ്പം തന്നെ ഇതിൻ്റെ മനഃശാസ്ത്രപരമായ കാര്യങ്ങൾ എന്നത് ഇപ്പോൾ നമുക്ക് മനസ്സിലായി കാണുമ്പോൾ നിങ്ങൾക്ക് പുതിയ കാര്യങ്ങൾ അറിയുമ്പോൾ താഴെയുള്ള കമൻറ്റ് ബോക്സിൽ കുറിക്കുക. മറ്റൊരു നല്ലൊരു വീഡിയോയുമായി നമുക്ക് കാണാം. താങ്ക് യു.